ഫിഫ്ത്ത് ഇയറിൽ ഫസ്റ്റ് ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്യൂബ് കംപ്ലീറ്റ് റപ്ചറായി, ഒരു എമർജൻസിയിലേക്ക് പോയി. സെക്കൻഡ് അടുത്ത ട്യൂബിലും ഉണ്ടായിരുന്ന ഒരേ ഒരു ട്യൂബിലും ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ട്. അങ്ങനെ 2 ട്യൂബും, ഒരു ട്യൂബ് ഫുള്ളി നഷ്ടപ്പെട്ടു, മറ്റേ ട്യൂബ് റിപ്പയർഡാണ്. 4 times റിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഫലോപ്പിൻ ട്യൂബായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഹാർട്ട് പോലും മാറ്റി വെക്കാം, പക്ഷേ ഫലോപ്പിൻ ട്യൂബ് ഒന്നും റീപ്ലേസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടോ കഴിയില്ല. അപ്പോൾ എനിക്കറിയാം ഒരു തരത്തിലും ഇതിൽ കൂടി ഒരു കുഞ്ഞു ജീവൻ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അതിനെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നീ കൺസീവ് ആകില്ല, സെക്കൻഡ് കൺസീവ് ആയ ഒരു മിറക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഫുൾ ടേമിലേക്ക് എത്തില്ല. ഫുൾ ടൈം എത്തിയാൽ തന്നെ ആ കുഞ്ഞിനെ നാച്ചുറലി ഡെലിവർ ചെയ്യുന്നത് പോലും നിനക്ക് സാധിക്കില്ല. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ എല്ലാ മക്കൾക്കും മറ്റൊരു മകളായ എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ. എൻ്റെ പേര് മെറീന ജോസഫ്. ഞാനിവിടെ US-ലാണ്. ഹസ്ബൻഡും 3 മക്കളുമുണ്ട്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, കീഴ്മേൽ മറിച്ച വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൺവേർഷൻ്റെ ബിഗിനിങ് എപ്പോഴും ജപമാലയും ബൈബിൾ റീഡിങ്ങും ആയിരുന്നു അതിന് ബേസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യമായിട്ടുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ പേര് അയോവ എന്നായിരുന്നു. അയോവയിൽ ക്വാഡ് സിറ്റീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഞങ്ങളൊരു 6 months ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിപ്പോൾ ഒരു 14 years ആയിട്ട് ഇവിടെ തന്നെയാണ്. എന്നാലും ഞങ്ങൾ വന്ന സമയത്ത് എനിക്ക് ജോലി ചെയ്യാനായിട്ടുള്ള പെർമിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതലും പള്ളിയുമായിട്ട്, ഇംഗ്ലീഷ് പള്ളിയായിട്ട് അടുത്ത് നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു. കല്യാണം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികളായിട്ടില്ലായിരുന്നു. അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് കുറേ നല്ല അമ്മച്ചിമാർ. അപ്പോൾ അങ്ങനെ അമ്മച്ചിമാരെ എല്ലാവരുടെയും കൂടി ഞാനും അവരുടെ ഒരു സെനക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു മാതാവിൻ്റെ അമ്മ മാതാവ് പ്രീസ്റ്റുമാർക്ക്, ഫാദർ ഗോപിയിലൂടെ പ്രീസ്റ്റുമാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിനെ കുറിച്ച് കൂടുതലായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു മെസ്സേജാണ്, പക്ഷേ കൂടുതലും പ്രീസ്റ്റിനെ കുറിച്ചുള്ളൊരു മെസ്സേജായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾ കൂടിയിരുന്ന ജമാലൊല്ലും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം ആ ഒരു ബുക്കിലെ ഒരു പേജ് വായിക്കും. പിന്നെ എല്ലാവരും പിരിയും. കൂടുതലും അമ്മച്ചിമാർ ഒരു 80s മുകളിൽ ഉള്ള, ഒരു 70s to 80s മുകളിലുള്ള എല്ലാ അമ്മച്ചിമാരെയും കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മാത്രമാണ് അതിൻ്റെ കൂട്ടത്തിലൊരു ചെറുപ്പം അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നത്. ആ ഒരു ബുക്ക്, ആ ബുക്കിൽ പ്രത്യേകമായിട്ട് പറയുന്നത് മാതാവ് ഫാത്തിമയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇൻ ദ എൻഡ് മൈ ഇമാക്കുലേറ്റ് ഹാർട്ട് വിൽ ട്രയംഫ്. ആ ഒരു അവസാനം എൻ്റെ വിമല ഹൃദയം ജയമണിയും ട്രയംഫാകും എന്നുള്ളൊരു മെസ്സേജാണ് ആ ബുക്കിലുടനീളം. അതിലൂടെയാണ് ഇതിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നത്. അങ്ങനെ 33 days പ്രാർത്ഥിച്ചൊരുങ്ങി 34th day നമ്മളെ തന്നെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്ന ആ ഒരു, ഞാൻ ആദ്യമായിട്ട് ചെയ്തത് 2013 ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്, ചെറുപ്പം മുതൽ മമ്മി ടീച്ചറായിരുന്നു. അപ്പോൾ മമ്മി എപ്പോഴും ജോലിക്ക് പോകുന്നതുകൊണ്ട് മമ്മിയുടെ അതിൻ്റെ ആ ഒരു സ്ട്രെസ് ലൈഫും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റ് അമ്മമാർക്ക് മക്കളോടുള്ള, പ്രത്യേകിച്ച് പെൺമക്കളോടുള്ള സ്നേഹവും ആ ഒരു കരുതലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ചില സാഹചര്യങ്ങളിലൂടെ. അമ്മ വളരെ നല്ല അമ്മയാണ്, പക്ഷെ ഞാൻ ആഗ്രഹിച്ചൊരു സ്നേഹം അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു കരുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മമ്മിയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു സ്ട്രഗിളായിരുന്നു. അതൊക്കെ കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മാതാവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല. ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. അതല്ലാതെ മാതാവിൻ്റെ കൊച്ചാണ്, എന്നെ അമ്മ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച് കിട്ടിയതെന്നാണ് ഡാഡി പറയുന്നത്. പക്ഷെ മാതാവിൻ്റെ കൊച്ചായിരുന്നിട്ട് പോലും എനിക്ക് ഒരു റിലേഷൻഷിപ്പ്, എൻ്റെ അമ്മ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്ന് തുടങ്ങിയോ ആ ഒരു ദിവസം തൊട്ട് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന അമ്മ എന്നെ വിളിച്ചെണ്ണിപ്പിക്കുന്ന പോലെ, ഉറങ്ങാൻ പോകുന്നത് അമ്മയുടെ കാപ്പയ്ക്കിടയിൽ കളിച്ചിട്ട് കിടത്തി എന്നെ ഉറക്കുന്ന പോലെ എപ്പോഴും എൻ്റെ അമ്മ അടുത്തുണ്ട്. അതുപോലൊരു അതിനെ പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് കൊതിച്ച ഓരോരോ കാര്യങ്ങൾ അമ്മ എന്നെ പഠിപ്പിക്കുകയും
പറഞ്ഞു തരികയും ഓരോരോ രാവിലെയാണ് കോൺസെൻട്രേഷൻ്റെ പ്രെയർ ചൊല്ലുന്നതെന്നുണ്ടെങ്കിലും ആ ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അന്നത്തെ റീഡിങ്ങിലുണ്ടാവും. ഈവനിങ് ആണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ അന്ന് കടന്നുപോയ വഴികളെല്ലാം അമ്മ എന്നെ ഓർപ്പിക്കുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത്, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കൈ പിടിച്ച് നടത്തിയത്. കിച്ചണിൽ കുക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുന്നത്. ഓരോരോ കാര്യങ്ങൾ ചെല്ലുമ്പോഴത്തേക്കില്ല ഞാനൊന്ന് മാറുമ്പോഴത്തേക്കും അമ്മേ അതൊന്ന് നോക്കിക്കോണേ അമ്മേ, ഞാനിപ്പം വരാം, കറികൾക്കൊക്കെ രുചികളുടെ കൂട്ട് കൂടുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ ഞാൻ പലപ്പോഴും രാത്രിയിൽ ഉറങ്ങി ഞാൻ എണീക്കുമ്പോഴത്തേക്കും എൻ്റെ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് വന്ന് ഉമ്മ തന്ന് രാവിലെ എന്നെ എണ്ണിപ്പിക്കുന്ന അവസ്ഥ. അത്രയ്ക്ക് ഞാൻ എൻ്റെ അമ്മയെ അനുഭവിച്ചു. അപ്പോൾ ഓരോ ദിവസവും എൻ്റെ ചില ശീലങ്ങൾ ഇപ്പം എനിക്ക് റൈറ്റാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാത്രം കഴുകുന്ന കാര്യം. ഹസ്ബൻഡ് പറയും അതവിടെ കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല, ഇതുകൂടെ കഴുകി വെച്ചിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. ഒരു അങ്ങനത്തെ ഇതൊക്കെ ചില എന്നാ പറയുന്നത് ഇവിടെ കൂടെ ക്ലീൻ ആക്കണം, അങ്ങനെയുള്ള ചില OCD ആയിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നോട്ട് ഈ ഒരു കോൺസെൻട്രേഷൻ പ്രാർത്ഥിച്ച് തുടങ്ങിയോ അന്ന് തൊട്ട് എല്ലാ കാര്യത്തിലും ലൈക്ക് ഫുള്ളി ഒബീഡിയൻസ് ആണ്. അവിടെ വെച്ചേക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല എൻ്റെ ഭാഗത്തുനിന്ന്. ഞാനൊരു ക്വസ്റ്റ്യനും ചെയ്യത്തില്ല. ഓക്കെ, ആ ഒരു മൊമെൻറ്റ് തന്നെ ഞാൻ അവിടെ വെച്ച് ലീവ് ചെയ്തിട്ട് ഞാൻ അടുത്ത എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ, ഓക്കെ പുറത്തോട്ട് ഇറങ്ങുവാണോ, അല്ല പോവണ്ട പോകുന്നോ, ചെറിയ വലിയ നിർബന്ധങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിന് ഫുള്ളി ഞാൻ ക്വസ്റ്റ്യനിങ് ഇല്ലാതെ അനുസരിക്കാനായിട്ട് പഠിച്ചു. അന്നേരം അങ്ങനെയാണ് ഹസ്ബൻഡിന് തന്നെ വണ്ടർ ആവുന്നത്, ഇവളെന്തായി ചെയ്യുന്നത്, ഈ ഒരു കുഞ്ഞു ബുക്ക് പ്രെയർ കൊണ്ട് ഇവളുടെ ജീവിതത്തിൽ എന്നാ സംഭവിക്കുന്നത് എന്നുള്ള ഭയങ്കര ഒരു അമേസിങ് മൊമെൻ്റ് ആയിരുന്നു ഹസ്ബൻഡിനും. ഒരു കാര്യത്തിൽ പോലും ഞാനൊന്നും മറുത്തു പറയുന്നില്ല, ഒരു കാര്യത്തിൽ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ആ ഒബീഡിയൻസും ആ ഒരു ഫെയ്ത്ത്ഫുൾനെസ്സും ഹസ്ബൻഡ് ഒരുപാട് ടച്ച് ചെയ്തു. അങ്ങനെയാണ് ഹസ്ബൻഡ് രണ്ടാമത്തെ വട്ടം എൻ്റെ കൂടെ ചെയ്തത്. അപ്പോൾ ഓരോ വട്ടം വിമല ഹൃദയപ്രതിഷ്ഠ ചെയ്ത് പൂർത്തീകരിക്കുന്ന ദിവസം അച്ഛനുണ്ടാവും. കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരോടും കൂടിയിരുന്ന് പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം അച്ഛൻ എല്ലാവരെയും ബ്ലെസ് ചെയ്യും. ആ ബുക്കിൽ തന്നെ സൈൻ ഓഫ് ചെയ്യും. ഓക്കെ, ഈ ദിവസം ഞാൻ വിമല ഹൃദയപ്രതിഷ്ഠ പൂർത്തിയാക്കി, എന്നെയും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചു എന്ന ഇതിൽ സൈൻ ഓഫ് ചെയ്യും. അങ്ങനെ ഹസ്ബൻഡും അങ്ങനെ ചെയ്തു. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് 9ാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കുഞ്ഞ് ഉണ്ടാവുന്നത്. ഐ മീൻ ലൈക്ക് 5th ഇയറിൽ ഫസ്റ്റ് ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്യൂബ് കംപ്ലീറ്റ് റപ്ചറായി, ഒരു എമർജൻസിയിലേക്ക് പോയി. സെക്കൻഡ് അടുത്ത ട്യൂബിലും ഉണ്ടായിരുന്ന ഒരേ ഒരു ട്യൂബിലും ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ട്. അങ്ങനെ 2 ട്യൂബും ഒരു ട്യൂബ് ഫുള്ളി നഷ്ടപ്പെട്ടു, മറ്റേ ട്യൂബ് റിപ്പയർഡ് ആണ്. 4 times റിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഫലോപ്പിൻ ട്യൂബായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്കറിയാവുന്ന പറഞ്ഞുകൂടെ ഫലോപ്പിൻ ട്യൂബ് ശരിക്കും ഇത്രയുള്ളൊരു സൈസുള്ള 3 to 1 centimeter അത്രയുള്ളൊരു വളരെ ചെറിയൊരു ഓർഗനാണ്. ഹാർട്ട് പോലും മാറ്റി വെക്കാം, പക്ഷേ ഫലോപ്പിൻ ട്യൂബ് ഒന്നും റീപ്ലേസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടോ കഴിയില്ല. ആ ഒരു ട്യൂബിൽ കൂടെ ഐ മീൻ ലൈക്ക് ഡൈവേർട്ടിക്കുലം എന്ന് പറഞ്ഞൊരവസ്ഥ കൂടിയുണ്ട് ആ ഒരു ട്യൂബിന് തന്നെ. ഐ മീൻ ലൈക്ക് ഇത്രയും ചെറിയൊരു ട്യൂബിൽ കൂടെ തന്നെ എല്ലാം ഇങ്ങനെ പോക്കറ്റ്സ് ആണ്. അപ്പോൾ അത്രയും എന്താ പറയുക, ചെങ്കടൽ കടക്കാനായിട്ട് ഇതിൽ ഈസി ആയിരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ട്യൂബിൻ്റെ അവസ്ഥ പലപ്പോഴും ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഒരു തരത്തിലും ഇതിൽ കൂടി ഒരു കുഞ്ഞു ജീവനുണ്ടാകാനായിട്ട് പോകുന്നില്ല. എങ്കിൽ പോലും ഈശോയും അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൂടെ ആ മക്കൾ 3 പേരെനിക്കിപ്പോൾ നാച്ചുറലി കൺസീവ് ആവുകയും നാച്ചുറലി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നീ കൺസീവ് ആകില്ല, സെക്കൻഡ് കൺസീവ് ആയ ഒരു മിറക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഫുൾ ടേമിലേക്ക് എത്തില്ല, ഫുൾ ടൈം എത്തിയാൽ തന്നെ ആ കുഞ്ഞിനെ നാച്ചുറലി ഡെലിവർ ചെയ്യുന്നത് പോലും നിനക്ക് സാധിക്കില്ല. ഈ 3 പ്രഡിക്ഷൻസിനെയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പ്രോഫസിയിലൂടെ ഉണ്ടായിട്ടുള്ള 3 കുഞ്ഞുങ്ങളുടെ പേരും 3 കുഞ്ഞുങ്ങൾ ആണും പെണ്ണും ആയിരിക്കുമെന്നും എല്ലാം അമ്മയുടെ ഒരു ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ മെസ്സേജസ് ആയിട്ടും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നാ പറയുന്ന അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കിട്ടിയെന്ന് മാത്രമല്ല, എൻ്റെ അമ്മ, എനിക്കൊരു അമ്മയുണ്ട്. എനിക്ക് എൻ്റെ അമ്മ എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ കൈപിടിച്ച് നടക്കുന്ന, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന, എനിക്ക് വേദന വരുമ്പം കൂടെ ഇരിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എൻ്റെ സങ്കടങ്ങളിലും സന്തോഷത്തിലും എല്ലാം കൂടെ ഇരിക്കുന്ന ഒരമ്മ, പക്ഷേ ഇത് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഇതിലേക്ക് എന്നെ വളർത്തിയത് എൻ്റെ ജീവിതത്തിൽ 360 ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ. അതിനുശേഷം ഈ ഒരു വർഷങ്ങളോളം ഞാൻ എത്ര ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുഞ്ഞുങ്ങളുടെ മാമോദിസ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാമോദിസയ്ക്ക് 33 മാമോദിസ പ്രത്യേകിച്ച് മാതാവിൻ്റെ ഒരു തിരുനാളിനോട് കൂടി അനുബന്ധിച്ച് നടത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനുശേഷം മൂത്ത മകൻ്റെ October 13th ആയിരുന്നു. അപ്പോൾ അതിന് 33 ഡേയ്സ് മുന്നേ ആയിട്ട് ഞങ്ങൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ മാമോദിസയോട് കൂടി തന്നെ ഓരോ കുഞ്ഞുങ്ങളെയും അമ്മ മാതാവിലൂടെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളും എല്ലാവരുടെയും മിഡിൽ നെയിമും മരിയ എന്നാണ്. അപ്പോൾ ആ ഒരു ഇതിലൂടെ മക്കൾക്കുണ്ടാകുന്ന സംരക്ഷണവും അമ്മ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കുള്ളത് 3 അമ്മമാരാണ്. ഞാൻ അമ്മയാണെങ്കിലും എനിക്ക് കുറവുകളുണ്ട്. പിന്നെ ഒരു ഗോഡ് മദറുണ്ട്. ഗോഡ് മദറും ഭൂമിയിൽ നിങ്ങളെ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള അമ്മമാരാണ്. പക്ഷേ ഈശോയുടെ അമ്മ മാതാവാണ് നിങ്ങൾക്കുള്ളത്. ആ അമ്മയാണ് അമ്മയുടെ കുറവുകളും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അമ്മ ആ അമ്മയാണ്. അപ്പോൾ ആ അമ്മയുടെ കൈപിടിച്ച് വേണം എൻ്റെ മക്കൾ മുന്നോട്ട് നടക്കാനായിട്ട്. അപ്പോൾ 2 മക്കൾ ആൺപിള്ളേർ. അപ്പോൾ അവർക്കാണെങ്കിൽ മരിയ എന്നുള്ള മിഡിൽ നെയിം വരുമ്പോഴത്തേക്കും എല്ലാവരും ചോദിച്ചു, മരിയ പിന്നെ അതൊരു ഇപ്പോഴും ഒരു പരിഹാസമാവത്തില്ലേ പിള്ളേർക്ക്, അതൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ നിന്ന് വന്ന് നിങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഏത് ചുറ്റുപാടിലും ഏത് രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളെ ദൈവം ചൂസ് ചെയ്ത് മാറ്റി നിർത്തിയേക്കുന്നതാണ്. ആ ഒരു വില നിങ്ങളുടെ ജീവിതത്തിനുണ്ടാവണം. അതുകൊണ്ടാണ് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഈ മരിയ എന്നുള്ളൊരു പേര്. പിന്നെ വിശുദ്ധരുടെ പേരിൻ്റെ ഒക്കെ കൂടെ മരിയ ഉണ്ടായിരുന്നു. ജോൺ മരിയ വിയാനി, ഹൊസെ മരിയ എസ്ട്രോ, അങ്ങനെയുള്ള വിശുദ്ധരുടെ അവരെല്ലാം പുരോഹിതരാണെങ്കിൽ പോലും അവരുടെ കൂടെ മരിയ എന്നുള്ള പേരുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ മക്കൾ മരിയ എന്നുള്ളൊരു മിഡിൽ നെയിം വെച്ചിട്ട് മക്കൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ ആ ഒരു ബോൾഡ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും എന്നെ സഹായിച്ചത് അമ്മ മാതാവിൻ്റെ ഒരു സാമീപ്യവും പ്രചോദനവും. ഈ ഒരു എന്താ പറയുന്നത്, കുറേ ആൾക്കാർ പറയും അത് വേണ്ട എന്ന് പറയുമ്പോഴും ഇല്ല, ഞാൻ അതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും. കാരണം മാതാവിനൊരു പ്രോമിസ് കൊടുത്തതാണ്, എന്ന് മക്കളുണ്ടാകുന്ന എല്ലാവരുടെയും പേരിൻ്റെ കൂടെ അമ്മയുടെ പേരുണ്ടാവും എന്നുള്ളത് ആ ഒരു മാതാവിന് കൊടുത്തൊരു പ്രോമിസിൻ്റെ ഭാഗമായിരുന്നു. അപ്പം ഇതെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ. എഗെയിൻ ഇൻഫെർട്ടിലിറ്റിയുടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും അറിയാം അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു ജേർണി അല്ല. പക്ഷേ ഞാൻ ഇന്ന് 2013 ഞാൻ ആദ്യമായിട്ട് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നു. അതിനുശേഷം ഞാൻ ഇൻഫെർട്ടിലിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും മുഖത്ത് എപ്പോഴും ഒരു എന്നാ പറഞ്ഞ ഒരു ഗ്രേസ്, ഒരു മേക്കപ്പിനും തരാൻ പറ്റാത്തൊരു ഗ്രേസ് ഉണ്ടല്ലോ, അതിങ്ങനെ വിളിച്ചറിയിക്കുന്ന ഒരു ഗ്രേസ്. ആരുടെ എന്നാ പറയുന്ന ഒരു ജനക്കൂട്ടത്തിന് നടുവിനാണെങ്കിലും ആൾക്കാർ വന്ന് ചോദിക്കും, ആർക്കും ഇല്ലാത്തൊരു സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ ഉള്ളത്? അല്ലെങ്കിൽ അച്ഛന്മാർ വരും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാവരും പ്രശ്നങ്ങളോടെയാണ് കടന്നു പോകുന്നത്, പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു സമാധാനം, അത് വിളിച്ചറിയിക്കുന്നൊരു സന്തോഷം നിങ്ങളുടെ ഫേസിലുണ്ട്, ഞാനൊന്ന് ബ്ലെസ് ചെയ്തോട്ടെ. അങ്ങനെയുള്ള അച്ഛന്മാർ വന്ന് ചോദിക്കുന്ന അവസ്ഥകളും, ബാക്കിയുള്ളവർ വന്നിട്ട് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്തവരായിരിക്കും, അവരും വന്നിട്ട് നിനക്കൊരു ആൺകുട്ടിയുണ്ട്, അതിൻ്റെ അത് ആദ്യത്തെ ആൺകുട്ടിയായിരിക്കും എന്നെല്ലാം പറഞ്ഞു വരുന്ന ഓരോരോ ദിവസങ്ങളും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിൽ കുഞ്ഞുങ്ങളില്ല. പക്ഷേ വരുന്ന കുഞ്ഞ് അത് എപ്പോഴാണെങ്കിൽ പോലും ആ ഒരു കുഞ്ഞ് ഇന്നതായിരിക്കും, ആ മകന് ഇന്നതായിരിക്കും നീ പേരിടുന്നത്, അല്ലെങ്കിൽ അടുത്തുണ്ടാകാൻ പോകുന്ന മകളാണ്, ആ മകളുടെ പേര് ഇന്നതായിരിക്കും എന്നുള്ള രീതിയിൽ പല രീതിയിൽ കൂടെ സ്വപ്നങ്ങളിൽ കൂടെ ഒക്കെ ഈശോയും അതങ്ങനെ വഴി ഇങ്ങനെ പിടിച്ച് നടത്തിയൊരു അനുഭവമുണ്ടല്ലോ. അതെല്ലാത്തിൻ്റെയും തുടക്കം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, അയോവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ മഞ്ഞാണ്, ഒരു 8 months കൂടുതൽ തണുപ്പ് കാലാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം എന്നാ പറയുന്നത്, ഫങ്ഷൻസും ഈസ്റ്ററും അല്ലെങ്കിൽ ക്രിസ്മസും ഒക്കെ വരുമ്പോഴത്തേക്കും
നമുക്ക് പോകാൻ വീടുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ വീട് വെച്ചാൽ അവർ നമ്മളെ വെൽക്കം ചെയ്യും, എന്നാൽ പോലും അവരുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെല്ലുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പോകാനായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോറേഷൻ ചാപ്പലാണ്. 24/7 അഡോറേഷൻ ചാപ്പൽ. അപ്പോൾ മുട്ടറ്റം സ്നോ ആണെങ്കിലും അത് ഷവൽ ചെയ്ത് കളഞ്ഞിട്ട് ഞങ്ങൾ അഡോറേഷൻ ചാപ്പൽ എല്ലാ ദിവസവും ഈവനിങ് 5 o'clock ആകുമ്പോഴത്തേക്കും ജോലി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പോകുന്ന ഒരവസ്ഥ ഈ അഡോറേഷൻ ചാപ്പലിലോട്ടാണ്. അഡോറേഷൻ ചാപ്പലിൽ ചെന്ന് അവിടെ ഇരിക്കുമ്പം അവിടെ ഒരു എന്നാ പറയുക, ഒന്നുമില്ലാതെ ഈശോയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് എനിക്കൊന്നും പറയാനില്ല ഈശോയെ, പക്ഷേ ഞാനിവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ പിടിക്കാൻ എൻ്റെ കുഞ്ഞില്ല, പക്ഷേ നീ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്തിനേയും മറികടക്കുന്ന ഒരു സമാധാനവും സന്തോഷവും എല്ലാം ആ ഒരു ഈശോയുടെ ഈ മാതാവ് വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ ഉറപ്പായിട്ടും എന്നെ കൈപിടിച്ച് മകൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ മോളാ, നോക്കിക്കോണം. എനിക്ക് ഉറപ്പാ, അത്രയ്ക്ക് എന്നോട് അമ്മ കാരുണ്യം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈശോയുടെ മുന്നിൽ നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഈശോ എൻ്റെ കൈപിടിച്ച് നടത്തി. എപ്പോഴും ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ജോലിയില്ല, 6 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പീഡിയാട്രിക് കാർഡിയാക് ICU ആണ് നേരത്തെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈശോയോട് ചോദിക്കും, ഈശോയെ 7 വർഷം കഴിഞ്ഞു, ഇനിയിപ്പോൾ ആരെനിക്ക് ജോലി തരാനായിട്ടാ? അപ്പോൾ അങ്ങനെയല്ല, എനിക്ക് കേൾക്കാം, ഈശോ ചിരിക്കുന്നത് കേൾക്കാം. അപ്പോൾ ആണെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ചെയ്യാം എന്നുള്ള പെർമിറ്റ് കിട്ടിയപ്പോഴത്തേക്കും 2 ജോബ് ഓഫേഴ്സ് ഒരുമിച്ച് വന്നു. ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഞാൻ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തിട്ടുള്ളതല്ല, ഞാൻ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലമല്ല. കാരണം അയ്യോ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടായിരുന്നു. ചുറ്റിനും പള്ളികൾ, എപ്പോഴും അഡോറേഷൻ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏത് സമയത്തും കുർബാനയ്ക്ക് പോകാനുള്ള അവസരം. എന്നെ പറയുന്നത് ഭൂമിയിലെ സ്വർഗത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്, അത്രയ്ക്ക് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം അവിടെ നിന്ന് പറിച്ച് വേറെ ഫ്ലോറിഡ എന്ന് പറഞ്ഞ മണ്ണിലോട്ട് നിൽക്കുമ്പോഴത്തേക്കും ശരിക്കും എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു പീഡിയാട്രിക് കാർഡിയാക്ക് തരാം എന്ന് ഇതിലേക്ക് വരുമ്പോൾ തന്നെയാണ് ഓക്കെ എന്നുള്ളൊരു. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിനക്ക് അവിടെയാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അവിടെ പോകും. പക്ഷേ എനിക്ക് ആ ഈശോയുടെ ചിരി എപ്പോഴും എനിക്കിങ്ങനെ കേൾക്കാം. ഈശോ ചിരിച്ച് ഒരു എന്നാ പറയുന്നത്, കൂട്ടുകാരനെ പോലെ എൻ്റെ അടുത്തിരുന്ന് ചിരിച്ചിട്ടുള്ള ആ ദിവസങ്ങൾ. ഞാനൊരു ചെറിയൊരു മുട്ടായി ആഗ്രഹിച്ചാൽ പോലും എനിക്ക് കൊണ്ടുതരുന്ന എൻ്റെ ഈശോയും അമ്മ മാതാവും, ഇങ്ങനെ എല്ലാ തരത്തിലും എല്ലാം എനിക്ക് പറഞ്ഞു വർണ്ണിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ ഈശോ ഓരോ നിമിഷവും ഓരോ ദിവസവും എൻ്റെ കൈ പിടിച്ച് എന്നെ ഈശോയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ നെഞ്ചിലെ ചൂടറിയിച്ച് അമ്മ മാതാവിൻ്റെ കാപ്പയ്ക്കകത്ത് പൊതിഞ്ഞ് പിടിച്ച് എന്നെ രാവിലെ മുത്തം തന്ന് എണ്ണയിപ്പിച്ച് വൈകുന്നേരം എന്നെ കിടത്തി ഉറക്കിയ ആ ഒരു അമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ സ്നേഹമാണ് വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ ഞാൻ നേടിയത്. ഞാൻ പറയുമ്പോൾ കുറച്ചൊരു ഇമോഷണലാണ്, പക്ഷേ ഇതായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു കൺസോളേഷൻ അത്യാവശ്യമായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുമ്പോഴും ഞാൻ ഈ കൺസോളേഷനേക്കാളും എനിക്കറിയാവുന്നത് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് പിന്നെ കൺസോളേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു ട്രസ്റ്റും ഫെയ്ത്തും എല്ലാം. നിങ്ങൾക്ക് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസോളേഷൻ കിട്ടുകയാണോ അതോ നിങ്ങളൊരു ഡെസോലേഷൻ മൊമെൻറ്റിൽ കൂടെയാണോ കടന്നു പോകുന്നത്, റിഗാർഡ്ലെസ് അതൊന്നും മാറ്ററേ അല്ല. നമ്മുടെ അമ്മയുടെ കയ്യിലൂടെ ഈ ജപമാല പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ജപമാലയെങ്കിലും വിശ്വാസത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു കാലം നരകത്തിൻ്റെ കയ്യിലേക്ക് അതിലേക്ക് പതിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഈ ജപമാല ഉള്ളിടത്തോളം കാലം നിങ്ങൾ സ്വർഗത്തിലെത്തിയിരിക്കും. അത് അമ്മ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ കൊണ്ടുപോകും. അത്രയ്ക്ക് ഞാൻ ഈ നിമിഷം ഈ ശ്വാസം ഇല്ലാണ്ട് പോയാലും, ഞാൻ ശ്വസിക്കുന്ന ശ്വാസം പോലും മിഥ്യയാണെങ്കിലും, ഈ ജപമാലയും അമ്മ മാതാവും ഈശോയും നമ്മളെ ഒരിക്കൽ പോലും കൈവിടത്തില്ല. ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹമാകട്ടെ. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് മുന്നേ നടക്കുന്ന വഴികാട്ടി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ. God bless you.